ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലുള്ള ഒരു കിടിലൻ ഫോറസ്റ്റ് റോഡ് സഫാരിയും അതുപോലെ തന്നെ ഇവിടുത്തെ കാടിനകത്ത് സ്റ്റേ ആയിട്ടുള്ള അമ്പലപ്പാറ ഐബിയിലെ സ്റ്റേയും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ശരിക്കും ഈ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ നമുക്ക് എല്ലാ സമയത്തും ഒന്നും കയറാൻ പറ്റില്ല. ഇവിടെ ഒരു ടൈം റെസ്ട്രിക്ഷൻ അല്ലാണ്ട് രാവിലെ ഏകദേശം 6:30 കൂടിയാണ് നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് ഈ വഴി തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 6 മണിക്കുള്ളിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ടാവണം. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ ഒരുപാട് തവണ ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര തവണ യാത്ര ചെയ്താലും ഒരിക്കലും മടുക്കാത്തൊരു വഴി തന്നെയാണ് ഈ അതിരപ്പള്ളി വാൽപ്പാറ റോഡ് എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വാട്ടർഫോളാണ്. ചാർപ്പ വാട്ടർഫോൾസ് എന്നാണ് ഈ ഒരു ഫോൾസിന് പറയുന്നത്. ഈ കാണുന്ന പോലെ ഒരു ആർച്ച് പാലയുടെ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് മാറി നിന്നാൽ മാത്രമാണ് ഈ ഒരു ഫോൾസിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ. സാധാരണ എല്ലാ വെള്ളച്ചാട്ടങ്ങളിലെയും പോലെ തന്നെ മഴക്കാലത്ത് വരികയാണെങ്കിലാണ് ഈ ഒരു ഫോൾസിൻ്റെയും ഭംഗി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റൂ. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ആർച്ച് പാലം പണിയുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അതിന് മുകളിൽ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനും അതിൻ്റെ കാഴ്ചകളെല്ലാം ആസ്വദിക്കാനും സാധിക്കും. ഇതിനു മുമ്പും നമ്മൾ പലതവണ ഫോറസ്റ്റ് റോഡിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡ് എന്നും സ്പെഷ്യലാണ്. കാരണം ഓരോ തവണയും നമ്മൾ ഈ ഒരു വഴി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല കാഴ്ചകൾ ഈ ഒരു കാട് നമുക്ക് തരാറുണ്ട്. അങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വാഴച്ചാലിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. ഇനി ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ ഒരു വഴി നമ്മൾ ആദ്യം കയറുവാണെങ്കിൽ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ആനിമൽസ് റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതൊരു ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഈ ഒരു വഴി വണ്ടിയൊന്നും കടത്തി വിടാറില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആനയും കാട്ടുപോത്തും അടക്കം ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളും രാത്രികാലങ്ങളിൽ ഈ റോഡിലൂടെ സ്വൈരവിഹാരം നടത്താറുണ്ട്. രാവിലെ നമ്മളാണ് ആദ്യം കയറി ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ടിയുടെ ഒരു ഡിസ്റ്റർബൻസ് ആകുന്നവരെ അവർ ഈ ഒരു റോഡിലൊക്കെ തന്നെ കാണും. പിന്നെ ഫസ്റ്റ് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാട്ടിൽ കയറുമ്പോൾ എപ്പോഴും ലക്കാണ്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം അനിമൽസിനെല്ലാം കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്കുള്ള മറ്റൊരു പാലമാണ്. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ എപ്പോഴൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ പുളിയലപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ എത്തും. ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗൺ. ഈ ഒരു ഏരിയയിൽ നമ്മൾ രാവിലെയോ വൈകുന്നേരമൊക്കെയാണ് ചെല്ലുന്നുണ്ടെങ്കിൽ ഈ കാണുന്നൊരു മ്ലാവിനെ പലപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയത്ത് ഇതിവിടെ ഉണ്ടായില്ലെങ്കിലും ചെറിയൊരു ചായ എല്ലാം കുടിച്ച് ചെന്നപ്പോഴേക്കും ആശാനും ഇങ്ങോട്ടേക്ക് കയറി വന്നു. ഈ ഒരു മ്ലാവ് പലപ്പോഴും ഈ ഒരു ടൗണിൽ തന്നെയാണ് ചുറ്റിപ്പറ്റി നിൽക്കാറുള്ളത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കാറിൽ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ മ്ലാവിന് എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ളത് കൊടുക്കാറുണ്ട്. സാധാരണ ഇവിടെയുള്ള ചായക്കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിയിട്ടാണ് ഈ ഒരു മ്ലാവിന് കൊടുക്കാറ്. ഇവിടെയുള്ള കടക്കാർ പറഞ്ഞത് ഏകദേശം 100 തൊട്ട് 150 പഴംപൊരി വരെ ഈ മ്ലാവിന് വേണ്ടി തന്നെ ചിലവാകുന്നുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ പോലും ഈ ഒരു മ്ലാവിന് ഫുഡ് കൊടുക്കാനായിട്ട് സമ്മതിക്കാറില്ല. ശരിക്കും നമ്മൾ വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവർക്കുള്ള ഫുഡെല്ലാം കാടിനകത്ത് തന്നെയുണ്ട്. നമ്മൾ ഇതുപോലെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറകെ വരുന്ന ആളുകൾക്കായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ഈ ഒരു മ്ലാവ് ഈ ഒരു ടൗണിൽ നിന്നിപ്പോൾ മാറാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും ഈ കാണുന്ന കടകളിലും ഇതിലെ പോകുന്ന വണ്ടികളെല്ലാം തടഞ്ഞ് അതിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പുള്ളി ട്രൈ ചെയ്യുന്നത്. നമുക്ക് മ്ലാവിനെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യം ശരിക്കും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പോൾ അവർ കാണിച്ച പോലെ കാണിക്കാതിരിക്കുക. കാരണം അവർ കയ്യിൽ നിന്ന് പഴംപൊരി താഴെ ഇട്ട് കൊടുത്ത് മ്ലാവ് അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ടല്ലേ. ചിലപ്പോൾ ഇത് ആ വണ്ടിയിലുള്ള കുട്ടികൾ കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ നോക്കുക. ശരിക്കും ഈ മ്ലാവ് എന്ന് പറയുന്നത് നമ്മുടെ മാൻവർഗത്തിൽ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ മാനുകളാണ്. നമ്മൾ ഇതിനു മുമ്പ് പെരിയാർ ടൈഗർ റിസർവിലെ കാര്യം പറഞ്ഞിട്ടില്ലേ. ടോട്ടൽ 4 ടൈപ്പ് മാനുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ മാനാണ് ഈ കാണുന്ന മ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന മ്ലാവുകളെയും കേഴമാനെയും കൂരമാനെയും മാത്രമാണ്.
അവിടെ പുള്ളിമാനുകളെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മ്ലാവുകളെ മാത്രമാണ് കാണാനായിട്ട് പറ്റുക. വളരെ റെയറായിട്ട് 1-2 മാനുകളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഒരു റൂട്ടിൽ പോയിട്ട് മാനുകളെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു മ്ലാവിൻ്റെ സൈസ് കണ്ടില്ലേ? നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മ്ലാവുകളിൽ വെച്ച് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ളൊരു മ്ലാവ് തന്നെയാണിത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും മ്ലാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ഈറ്റയെല്ലാം നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആനയുടെ പ്രസൻസ് നല്ല രീതിയിലുള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത്. ആനയ്ക്കുള്ള ഫുഡും വെള്ളവും എല്ലാം ലാവിഷായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ കയറി പോകുന്നവരാണെങ്കിലും ലേറ്റായിട്ട് തിരിച്ചിറങ്ങി വരുന്നവരാണെങ്കിലും ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പോരുക. നമ്മുടെ അടുത്ത സൈറ്റിംഗ് ഒരു മയിലാണ്. ആള് മെയിലാണെങ്കിലും ഇപ്പോൾ പീലിയൊക്കെ കൊഴിക്കുന്നൊരു സീസൺ ആയതുകൊണ്ട് തന്നെ ബാക്കിലേക്കുള്ള മയിൽപ്പീലികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ശരിക്കും മയിലെന്ന് പറയുമ്പോൾ ആ ഒരു പീലിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. നമ്മൾ ഈ കാണുന്ന പുഴയിൽ ഒരുപാട് പേര് ഇതുപോലെ ചെറിയ ചങ്ങാടത്തിലെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ തന്നെയുള്ള ട്രൈബൽസാണ്. ഇവിടെയുള്ള ട്രൈബൽസിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കാണുന്ന പുഴയിലും അതുപോലെ ഡാമിലും ഒക്കെയുള്ള ഫിഷിംഗ് ആണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ KSEBയുടെ IBയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാണുന്ന പവർ ഹൗസിൽ പോയി അവിടെ നിന്നൊരു പാസ് എല്ലാം വാങ്ങിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാനായിട്ട്. ശരിക്കും ഈ പവർ ഹൗസിലേക്കുള്ള ഒരു വഴിയും ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം അധികം വാഹനങ്ങളൊന്നും ഈ ഒരു വഴി പോകാറില്ല. സാധാരണ വാൽപ്പാറ റൂട്ടിൽ പോകുന്ന വണ്ടികളെല്ലാം തന്നെ ലെഫ്റ്റിലൂടെയുള്ള ആ ഒരു വഴിയാണ് പോകുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വഴി പോകുമ്പോൾ ഇവിടെയുള്ള ആംബിയൻസ് ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്താ ഈ കാണുന്ന ഗേറ്റിനകത്ത് നിന്ന് വേണം നമുക്ക് പാസ് എല്ലാം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണമെല്ലാം പാക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ പാസ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൽ ടോട്ടൽ 8 പേരുണ്ട്. 2 വണ്ടിയിലായിട്ട് 8 പേരായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൂടെയുള്ള ആളുകളെല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മൾ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ്സും ഇതുപോലുള്ള ചെറിയ ചെറിയ റോഡുകളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഈ കാട്ടിലൂടെ എല്ലാം പോകുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ വഴിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാനായിട്ട് എല്ലാവർക്കും ഒരു കൗതുകമൊക്കെ ഉണ്ടാവും. പക്ഷെ ഫോറസ്റ്റിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ പരമാവധി അങ്ങോട്ടേക്കൊന്നും കയറാണ്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആനപ്പിണ്ടമെല്ലാം വഴിയിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു റൂട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വെയിലായിരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് കണ്ടില്ലേ കോടയെല്ലാം വന്ന് ആ ഒരു പരന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഏരിയ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയില്ലേ. ശരിക്കും നമ്മൾ കാട്ടിലൂടെ ഉള്ളൊരു റൈഡെല്ലാം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കോടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. എന്തായാലും ഇന്നത്തെ ട്രിപ്പിൽ നമുക്ക് വെയിലും മഴയും മഞ്ഞും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു. എന്തായാലും അതിൻ്റെ കാഴ്ചകളെല്ലാം പുറകെ വരുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ പെൻസ്ട്രോക്ക് പൈപ്പാണ്. ഇതിൻ്റെ അറ്റത്ത് താഴെ കാണുന്ന ആ ഒരു പവർ ഹൗസിലാണ് നമ്മൾ കുറച്ച് മുമ്പ് പോയിട്ട് പാസ് എടുത്തത്. ഈ ഒരു പെൻസ്ട്രോക്ക് പൈപ്പ് ശരിക്കും വരുന്നത് നമ്മുടെ ലോവർ ഷോളയാർ ഡാമിൽ നിന്നാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ IBയിലേക്ക് തിരിയാനുള്ള വഴിയെത്തും. ഈ കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് IBയിലേക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് തിരിഞ്ഞ് കയറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറച്ച് മയിലും മലയണ്ണാനും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. എന്തായാലും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോകാം.
ഇനിതാ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊന്നും അങ്ങനെ പോകാറില്ല. ആകെ പോകുന്നത് ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി എപ്പോഴും വിജനമായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു റൂട്ടിൽ ഏകദേശം 5 കിലോമീറ്ററോളം ഓടി വേണം നമ്മൾ താമസിക്കാൻ പോകുന്ന ഐബിയിലേക്ക് എത്താനായിട്ട്. സ്ഥിരം അങ്ങനെ വണ്ടിയൊന്നും പോകാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ 2 സൈഡിലും നല്ല രീതിയിൽ പുല്ല് നിൽക്കുന്നുണ്ടാവും. ചില സ്ഥലങ്ങളിലെല്ലാം റോഡ് തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പുല്ല് നിൽക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡാമാണ്. നമ്മൾ ആ ഒരു ഡാമിലേക്ക് എത്തിയപ്പോൾ തന്നെ 2 മൈൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു കോടമഞ്ഞിലൊക്കെ ഇതുപോലെ അനിമൽസോ അല്ലെങ്കിൽ ബേർഡ്സൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന ഒരു കാട്ടുകോഴിയാണ്. സാധാരണ ഈ കാട്ടുകോഴിയെ പെയറായിട്ടാണ് കാണാറുള്ളത്. ഇവിടെ എന്തായാലും പുള്ളി ഒറ്റയ്ക്കായിരുന്നു. ഇനി നമുക്ക് ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഡാമിൻ്റെ ആ ഒരു ഏരിയയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു ഡാമിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ചങ്ങാടങ്ങളിൽ ആളുകൾ നടക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ടൈപ്പ് ചങ്ങാടങ്ങളിലാണ് അവരിവിടെ മുഴുവൻ കറങ്ങി നടക്കുന്നത്. ഇവർ നടക്കുന്നത് വേറൊന്നിനുമല്ല, ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവർ ഈ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വലകളെല്ലാം തന്നെ ഈ ഒരു ചങ്ങാടത്തിൻ്റെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തായാലും ചെറിയൊരു മഴയെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് റിസർവോയറിൻ്റെ ഒരു ഏരിയ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴാണ് ഈ ഒരു ഒച്ചിനെ നമ്മുടെ കണ്ണിൽ പെട്ടത്. ശരിക്കും ഒരു ഒച്ചിനെ എന്തിനാണ് ഇത്രയ്ക്ക് എടുത്ത് കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഒച്ചിനെ ക്യാമറയിൽ കണ്ടപ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയധികം നേരം ഈ ഒരു ഒച്ചിനെ ക്യാമറയിൽ പകർത്തിയതും. നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ വാ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ശരിക്കും കണ്ണില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ 4 കൊമ്പുകൾ പോലെയുള്ള ഐറ്റം കണ്ടില്ലേ, അത് ചെറിയൊരു സെൻസർ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ശരിക്കും നമ്മുടെ പാറ്റേനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന 2 നാരുകൾ കാണാൻ പറ്റും. ശരിക്കും അത് വെച്ച് സെൻസ് ചെയ്താണ് ഇവർ ഏത് റൂട്ടിലേക്ക് പോകണം, അടുത്ത് എന്തൊക്കെയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്തായാലും വളരെ സൂപ്പർ സ്ലോ മോഷനിലുള്ള ഇതിൻ്റെ ആക്ഷൻസ് എല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. നമ്മുടെ ഈ ഡാമിലെ ഈ ഒരു വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ കുപ്പികൾ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നില്ലേ, ഇവരിട്ടിരിക്കുന്ന വലകളാണ്. ആ വലയുടെ തൊട്ടടുത്തായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മീൻ ചാടുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ കുപ്പി നല്ല രീതിയിൽ കിടന്ന് ഇളകുന്നുണ്ട്. അതിൻ്റെ കാരണം അതിനകത്ത് എന്തോ മീനും കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കുറച്ചു നേരം കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഐബിയിലേക്ക് പോവാണ്. നമ്മൾ ഇത്രയും നേരം ഇവിടുത്തെ ഫോറസ്റ്റ് റോഡിലൂടെ തന്നെയാണല്ലോ വന്നത്. പക്ഷേ അവിടെ ഒന്നും കിട്ടാണ്ടിരുന്ന ഒരു ഭീകരതയും ആ ഒരു ആംബിയൻസും ഇനി അങ്ങോട്ടുള്ള വഴിയിൽ നമുക്ക് കിട്ടും. അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഫോറസ്റ്റും അതുപോലുള്ള വഴികളും കോടയും ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്തെല്ലാം എത്തിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ റോഡില്ല എന്ന് തന്നെ പറയാം. വണ്ടി പോകുന്ന 2 ടയർ പാഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും റോഡിൻ്റെ 2 സൈഡിലും നല്ല രീതിയിൽ ചെടികളെല്ലാം വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ വണ്ടി സ്ക്രാച്ച് ആവുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്തു പറഞ്ഞാലും ഈ ഒരു വഴി പോകുന്നതിൻ്റെ ഒരു ആംബിയൻസ് ഇല്ലേ, അത് ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു വഴി പോയി അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ആ മഴയും ചെറിയൊരു കോടയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും റോഡ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ പഴയ ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഐബിയുടെ സൈഡിൽ ഒരുപാട് ബിൽഡിങ്സ് ഇതുപോലെ തന്നെ ഉണ്ട്. എല്ലാം ഏകദേശം തകർന്ന ഒരവസ്ഥയിലാണ്.
നമുക്കിതുപോലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാം നിർമ്മിച്ച ടൈമിൽ അതിനു വേണ്ടി വന്ന ജോലിക്കാർക്കെല്ലാം താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിങ്സ് എല്ലാം പണിതിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഈ അമ്പലപ്പാറ IB എന്ന് പറയുന്ന സ്റ്റേ. ശരിക്കും ഇവിടെ സ്റ്റേ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം KCBയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നമ്മളോടൊപ്പം വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേ ശരിക്കും ബുക്ക് ചെയ്യാൻ പറ്റൂ. ശരിക്കും ഈ ഒരു സ്റ്റേക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ്. ഒരാൾക്ക് ഏകദേശം 300 രൂപയോ 400 രൂപയോ മാത്രമാണ് ഇവിടെ സ്റ്റേക്ക് വരുന്ന ചാർജ്. നമ്മളിതിനകത്തേക്ക് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ഹോളിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ 2 റൂംസ്. അങ്ങനെ ചെക്കിനെല്ലാം ചെയ്ത് നമ്മുടെ ബാഗെല്ലാം കൊണ്ട് വെച്ചതിന് ശേഷം ഞാനും ഉണ്ണി ബ്രോയും ബിബിൻ ബ്രോയും കൂടി ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കോടയും ഉണ്ട്. നമ്മുടെ IBയുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ശരിക്കും നമ്മുടെ പണ്ടത്തെ ആ ഒരു സ്ട്രക്ചറിലുള്ള വീടാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കാർ ഷെഡെല്ലാം നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ രീതിയിൽ തന്നെ കരിങ്കല്ലെല്ലാം വെച്ചിട്ടാണ് ഇതിൻ്റെ ഭിത്തികളെല്ലാം കെട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളെല്ലാം നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ മലക്കപ്പാറ റൂട്ടിൽ പോയിട്ട് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനാണ്. ശരിക്കും നമ്മൾ ഈ പോകുന്ന ഈ ഒരു വഴിയുടെ ഭംഗി ഒന്ന് നോക്കി, ഈ വഴിയിലൂടെയുള്ള യാത്രയൊക്കെ ശരിക്കും ആസ്വദിച്ച് തന്നെ അറിയണം. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേക്കും നല്ല കിടിലം മഴ മാത്രമല്ല, നല്ല ശക്തിയായിട്ട് കാറ്റും അടിക്കുന്നുണ്ട്. അവിടെ ചെക്കിങ്ങിന് നിൽക്കുന്ന നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ കുട പോകുന്ന പോക്ക് കേട്ടില്ലേ, അത്രയ്ക്ക് ഫോഴ്സായിട്ടാണ് അവിടെ കാറ്റ് വീശുന്നത്. ശരിക്കും നല്ല രീതിയിൽ കാറ്റും മഴയുള്ളൊരു ടൈമിൽ ഈ ഒരു റോഡ് പരമാവധി ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കാടായതുകൊണ്ടും മലകളുള്ളതുകൊണ്ടും ലാൻഡ് സ്ലൈഡും അതുപോലെ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളങ്ങനെ കുറച്ചധികം നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് മഴയെല്ലാം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു കാട്ടുപോത്താണ്. പലരും കാട്ടുപോത്തെന്നും കാട്ടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പറയാൻ സുഖവും അതുപോലെ എനിക്കിഷ്ടവും കാട്ടുപോത്തെന്നായതുകൊണ്ട് തന്നെ ഞാൻ കാട്ടുപോത്തെന്ന് തന്നെയാണ് പറയുന്നത്. വണ്ടികളിങ്ങനെ തുരുതുരെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കുറേ നേരം ആ ഒരു ചരിവിൽ തന്നെയാണ് നിന്നത്. പിന്നെ വണ്ടികളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആൾ പയ്യെ ഇറങ്ങി റോട്ടിലേക്ക് വന്നു. ഇത് റോട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഉള്ള ആ ഒരു റോഡ് പ്രസൻസ് ഒന്ന് നോക്കൂ, അപ്പോൾ മനസ്സിലാവും ഇതിന് എത്രത്തോളം സൈസ് ഉണ്ടെന്നുള്ളത്. ഇത് പയ്യെ നടന്ന് നമ്മുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ വരെ വന്നായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ ഒരു കാട്ടുപോത്തിൻ്റെ സൈസ് നമുക്ക് ശരിക്കും മനസ്സിലായത്. അത്രയ്ക്ക് വലിപ്പമുള്ളൊരു കാട്ടുപോത്താണെങ്കിൽ പോലും അത്ര അഗ്രസീവ് ഒന്നും അല്ലായിരുന്നു ആൾ. കാരണം വേറെ വണ്ടികളൊക്കെ ഈ ഒരു വഴി വരുന്നുണ്ടെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാനൊന്നും പുള്ളി ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ റോട്ടിൽ നിന്ന് പുള്ളിക്ക് വേണ്ട ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഒരു കാട്ടുപോത്തിൻ്റെ വലത്തെ കവിളിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു ചെറിയ മുറിവ്. ഇത് ചിലപ്പോൾ ഇവർ തമ്മിൽ കുത്തുപിടിക്കുന്ന ടൈമിൽ ഉണ്ടായതോ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും മലയുടെ ചരിവെല്ലാം ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലും കമ്പെല്ലാം കൊണ്ടതോ ആവാം. എന്തായാലും ഈ ഫോറസ്റ്റ് റോഡിലുള്ള റൈഡിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു കാട്ടുപോത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും കാട്ടുപോത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴേക്കും വീണ്ടും നല്ല രീതിയിൽ മഴ കൂടി. ഈ മഴ കൂടിയത് മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ പുറകിലും ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡിലും വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. ഈ കാട്ടുപോത്ത് ഇങ്ങനെ വഴി മുടക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഒറ്റയാൻ ആനകളാണ് ഈ രീതിയിൽ വഴി മുടക്കിയൊക്കെ നിൽക്കാറുള്ളത്. ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കബാലിയുടെ ഏരിയ ആണ്. ഞങ്ങൾ വരുന്നതിന് ഒരു 3 ദിവസം മുമ്പ് പുള്ളി ഇവിടെ റോഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കണം കാട്ടുപോത്ത് പയ്യെ സൈഡിലേക്ക് മാറി നിന്ന് തന്നു. അങ്ങനെ ഈ ഒരു കാട്ടുപോത്ത് വഴി മുടക്കിയത് കൊണ്ട് തന്നെ നമ്മൾ IBയിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും നേരെ സന്ധ്യയായിട്ടുണ്ട്. ശരിക്കും ഒരു 5:30-6 മണി ആ ഒരു ടൈം ആവുന്നതേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു വഴിയൊക്കെ നോക്കിയേ ശരിക്കും റോഡുണ്ടോ എന്ന് തന്നെ ഡൗട്ടാവും.
അങ്ങനെ നൈറ്റ് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മുടെ ഡോട്ട് ഗ്രീൻ ചാനലിലെ ബിബിൻ ബ്രോയും അതുപോലെ സീത ട്രാവലർ ഉണ്ണി ബ്രോയുമായിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നല്ല രീതിയിൽ മഴയും കോടയൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വഴി നടക്കാനായിട്ട് തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് ഈ ഒരു ഏരിയയിലെല്ലാം കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു ബിൽഡിങ്സിൻ്റെ അകത്തെല്ലാം അനിമൽസ് കയറി ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ IBന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളോടൊപ്പം വന്ന ആളുകളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സേതു വൈക്കം, സബിൻ, ജിത്ത്, അഖിൽ, ശരത്ത്. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, നമ്മുടെ ഡോട്ട് ഗ്രീനിലെ ബിബിൻ ചേട്ടനും അതുപോലെ സീത ട്രാവലറിലെ ഉണ്ണി. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഇന്ന് ഈ പരിപാടിക്ക് വന്നത്. പിന്നെ ഇതിൽ സേതു ചേട്ടൻ നമ്മുടെ ഒപ്പം കൊടൈക്കനാൽ വീഡിയോയിലുണ്ടായിരുന്നു, സബിൻ കൊടൈക്കനാലിലും പട്ടിയാറിലും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഈ രണ്ടറ്റത്തെ വിട്ടേക്ക്. ഈ 3 പേര് ഇപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിക്കാം. പൊളിക്കാം നമുക്ക്. ഇവിടെ ഉണ്ണിബ്രോ ഇത്തിരി വഴക്കിട്ടേക്കുവാണ്, കാരണം സൈറ്റിങ്സ് ഒന്നും അധികം അപ്പോൾ ഉണ്ണിബ്രോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൈറ്റിങ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഏഴാറ്റുമുഖം ഭാഗത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഏഴാറ്റുമുഖം ഭാഗത്ത് ഈ ഒരിടയ്ക്ക് ആനകൾ ഒരുപാടായിട്ട് ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടു. പോകുന്ന വഴിക്ക് വീണ്ടും നമുക്ക് കാട്ടുകോഴിയെ കാണാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കപ്പിൾസ് ആയിട്ടാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വാഴച്ചാല് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് കണ്ട ഒരു വാട്ടർഫോളാണ്. ശരിക്കും ഇത് മഴ ടൈമിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ ഏഴാറ്റുമുഖം ചെന്നപ്പോൾ ഇതാ നിൽക്കുന്നു ഒരാന. ഇവിടെയുള്ള എണ്ണപ്പനകളിൽ നിന്ന് ഒരെണ്ണം മറിച്ചിട്ടിട്ട് അത് കുത്തി പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സാധനമാണ് ഈ ആന കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ആനകൾ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതും ഈ കാണുന്ന എണ്ണപ്പനകൾ തന്നെയാണ്. നമ്മൾ ആനക്കുളത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പിടിയാനകളെയാണ് കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് കൊമ്പന്മാരെയാണ്. എന്തായാലും ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ ഒരു ആനയെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഇവിടെയുള്ള കൊമ്പന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, എല്ലാ കൊമ്പന്മാർക്കും കൊമ്പിന് വളരെ നീട്ടം കുറവായിരിക്കും. അത് ഇവരുടെ പ്രായം ചെറുതായതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുള്ള എല്ലാ കൊമ്പന്മാർക്കും കൊമ്പിന് നീട്ടം വളരെ കുറവാണ്. അങ്ങനെ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും കുറച്ച് ദൂരെ നിന്ന് ഒരു ഫോറസ്റ്റ് വാച്ചർ ഓടി വരുന്നത് കണ്ടു. പുള്ളി ഓടി വന്ന് പെട്ടെന്ന് ശബ്ദമെല്ലാം ഉണ്ടായി കഴിയുമ്പോഴേക്കും ആന പെട്ടെന്ന് തന്നെ വാലും പൊക്കി അവിടെ നിന്ന് ഒരു ഓട്ടോ അങ്ങ് ഓടി. എന്തായാലും ഇവിടുത്തെ ആനകൾ ഇതുവരെ അങ്ങനെ ആളുകളെ അറ്റാക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അത്യാവശ്യം ആളുകളെ പേടിയുള്ള കൂട്ടത്തിലാണ് ഇവിടെയുള്ള ആനകളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.